ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി വിദ്യാർത്ഥിനി സാവരിയ. അപ്പോൾ ആ ഒരു കേസിൽ മതപരിവർത്തനമാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇത്തരം ആരോപണങ്ങൾ സ്വന്തം മാതാപിതാക്കൾ വരെ ഉന്നയിച്ചിട്ടും വലിയ വാർത്താ പ്രാധാന്യം ഈ ഒരു കേസിനുണ്ടാവുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നില്ല എന്ന് മാത്രവുമല്ല, ഉള്ള വാർത്തയിൽ ഇതിൻ്റെ വാസ്തവികത പോലും പറയുന്നില്ല. ഇതൊരു ട്രാപ്പ് ജിഹാദാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ആരും പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത്? അവരെന്തുകൊണ്ടാണ് ഇത്ര മൗനം പാലിക്കുന്നത്? കാരണം ഇവർക്ക് ഭയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരള നിയമസഭയിൽ മദനിക്കെതിരെ പറഞ്ഞ പ്രസ്താവന പോലും രേഖയിൽ നിന്ന് വ്യക്തി അറിയാതെ, അതായത് നിയമസഭയിലെ അംഗം അറിയാതെ നീക്കണമെങ്കിൽ അത്രത്തോളം ഈ ജിഹാദികളെ ഇവിടെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെയുള്ള ഹിന്ദു സംഘടനകൾ, സനാതന ധർമ്മ സംഘടനകൾ, സംഘപ്രസ്ഥാനങ്ങൾ ഇവയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഈ ജിഹാദികൾ എന്തു ചെയ്തേനെ കേരളത്തിലെ ജനതയെ? ഒരു സംശയവും വേണ്ട. ജിഹാദികളുടെ ഏറ്റവും വലിയ ആക്രമണം ഇവിടെ അരങ്ങേറിയേനെ എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ എങ്ങനെയായിരുന്നെങ്കിൽ ഇത് വാർത്ത കൊടുക്കുമെന്നറിയാമോ? ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ട് വാർത്ത കൊടുത്തില്ല? ഇത് വാർത്ത കൊടുക്കാത്തതിന് കാരണമുണ്ട്. അതിന് മതമാണ് കാരണം. ഇവിടെ മതം തന്നെയാണ് കാരണം. നമ്മൾ എത്ര നിഷേധിച്ചാലും ആ സത്യത്തെ നമുക്ക് നിരാകരിക്കാനാകില്ല. അഡ്വക്കേറ്റ് അനിൽ വിളയിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: മകളെ, മാപ്പ് മാപ്പ് മാപ്പ്. ഉസ്ബെക്കിസ്ഥാനിലെ ട്രാപ്പ് ജിഹാദ് ഒരു റിവേഴ്സ് ഗിയർ ചിന്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ പോയത് ഒരു മലപ്പുറത്തുകാരി മുസ്ലിം പെൺകുട്ടി. അവൾ അവിടെ ചെന്നപ്പോൾ പരിചയപ്പെട്ടത് ഹരിപ്പാട് സ്വദേശി ഒരു ഹിന്ദു ആൺകുട്ടിയെ. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു. തട്ടമിട്ട സുന്ദരിക്കുട്ടിയിൽ ആകൃഷ്ടനായ ഹിന്ദു ആൺകുട്ടി അവളോട് തൻ്റെ സനാതന മതത്തിലേക്ക് മാറാൻ പറയുന്നു. അവൾ സമ്മതിക്കുന്നില്ല. തുടർന്ന് കശപിശ, വഴക്ക്, വക്കാണം, ബഹളം ആകുന്നു. ഹിന്ദു ആൺകുട്ടി മുസ്ലിം പെൺകുട്ടിയുടെ തലയ്ക്ക് ലാപ്ടോപ്പിന് അടിച്ചു കൊല്ലുന്നു. പിറ്റേ ദിവസത്തെ കേരളം എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ മാധ്യമങ്ങളുടെ OB വാനുകൾ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും കശ്മലനായ ഹിന്ദു പയ്യൻ്റെ വീടിന് മുന്നിൽ നിന്നും തത്സമയം സംപ്രേഷണം നടത്തുന്നു. മതേതരത്വ അന്തിചർച്ചകൾ ഉണ്ടാകുന്നു. കേരളത്തിലെ തെരുവോരങ്ങളിൽ SFI, DYFI, KSU യൂത്ത് കുട്ടികൾ പെൺകുട്ടിയുടെ ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിക്കുന്നു. പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഹാഷ്ടാഗുകൾ പ്രചരിക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരായ 50 പേർ ഒന്നിച്ച് ഹിന്ദു സംഖ്യയെ തൂക്കിക്കൊല്ലാൻ പ്രതിഷേധക്കുറിപ്പിറക്കുന്നു. മോഡിയെയും സംഘത്തിനെയും തെറിവിളിക്കുന്നു. വേട്ടക്കാരനായ ഹിന്ദുവിൻ്റെ വീട്ടിൽ ആരെങ്കിലും RSSകാരനുണ്ടോ എന്ന് അന്വേഷിച്ച് മാധ്യമങ്ങൾ മുന്നേറുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സർവ്വമന്ത്രിമാരും പെൺകുട്ടിയുടെ വസതി സന്ദർശിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. പെൺകുട്ടിയുടെ വീട്ടിലുള്ള ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി പ്രഖ്യാപിക്കുന്നു. അതെ, മരണത്തിന് പോലും മതവും രാഷ്ട്രീയവുമുള്ള റിവേഴ്സ് ഗിയറിൽ ഓടുന്ന മതേതര കേരളം. എത്ര സുന്ദരം! ബാലകൃഷ്ണൻ. ഉസ്ബെക്കിസ്ഥാനിൽ മരണപ്പെട്ട സാവരിയ, നിനക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നവർ ന്യൂനപക്ഷം. മാപ്പ് മകളെ, മാപ്പ്. നിനക്ക് ജന്മം നൽകിയത് ഹിന്ദു മാതാപിതാക്കളാണ്. സ്വർഗത്തിലെത്തിയ മകളെ, നിനക്ക് കൂട്ടായി ഇനിയും ഇരകളെത്തും. അവരോട് കൂട്ടുകൂടുക, സന്തോഷത്തോടെ കഴിയുകയാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. സാവരിയയുടെ മരണത്തെപ്പറ്റി പറയുമ്പോൾ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ VSPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങൾ ഇതിനെ നിരാകരിക്കുന്നതാണ്. അവർ ഇതിൻ്റെ വസ്തുതയെ വെളിയിലേക്ക് വിടാതിരിക്കുന്നതാണ്. കാരണം നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇന്ത്യ വിരുദ്ധമായ വാർത്തകൾ ചെയ്യാൻ വലിയ താല്പര്യം കാണിക്കുന്നവരാണ് മാധ്യമങ്ങൾ ഇവിടുത്തെ, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങൾ. അവർ രാജ്യത്തിൻ്റെ വികസന കാര്യത്തിനകത്ത് രാജ്യത്തിനെതിരായിട്ടുള്ള പദ്ധതികൾ പുറത്തു പറയുന്നത്, രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിൽ. പട്ടിണിയിൽ ഏറ്റവും അവസാനത്തെ 10 രാജ്യങ്ങളുടെ തൊട്ടുമുകളിൽ ഇന്ത്യ. പട്ടിണി ഏറ്റവും കൂടിയിരിക്കുന്ന രാജ്യങ്ങളിൽ അവസാനത്തെ രാജ്യങ്ങളിൽ നിന്ന് 4ാമതാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആരെങ്കിലും ഇറക്കുന്ന റിപ്പോർട്ട് ഒരിക്കലും ശരിയായിരിക്കില്ല ഇത്. കാരണം 80 കോടി പേർക്ക് ഇവിടെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന സർക്കാരാണ് ഉള്ളത്, സൗജന്യമായിട്ട്, ഫ്രീ ആണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക്. അപ്പോൾ ഇവിടെ പട്ടിണിയിൽ ഇങ്ങനെയാണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കും. ഹാപ്പിനെസ് അളക്കാനുള്ള ഉപകരണമുണ്ടോ? ഹാപ്പിനെസ് ഇൻഡെക്സ് കൊണ്ടുവന്നിട്ട് പറയും, എന്താ ഇന്ത്യയാണ് ഏറ്റവും അവസാനം കിടക്കുന്ന രാജ്യം എന്ന് പറയും. നമുക്ക് വെറുതെ നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാം, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, മറ്റേഷ്യൻ രാജ്യങ്ങൾ, ഇതിനൊക്കെ മുകളിലാണ് ഇന്ത്യ. ഇന്ത്യ സന്തോഷത്തിൻ്റെ കാര്യത്തിൽ, സമാധാനത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മുന്നിലാണ്. പിന്നെ വലിയ ജനസംഖ്യയുണ്ട്. ഇവർ ഈ കണക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് വമ്പൻ കൃത്രിമത്വമാണെന്നും ഇതെല്ലാം തന്നെ വിദേശ ഫണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങുന്ന സർവേ ആണെന്നും ഒക്കെ നമുക്കറിയാമെന്നുള്ളതിൽ ഇത് ഊഹിച്ചാൽ പൊട്ടന് മനസ്സിലാകും, പൊട്ടന്. പക്ഷേ ഇവിടുത്തെ മാധ്യമ പേപ്പട്ടികൾക്ക്
അത് മനസ്സിലാവില്ല. കാരണം ഈ പേപ്പട്ടികളുടെ സിരയിൽ ഓടുന്ന പേ ഉണ്ടല്ലോ, അത് ഈ പറയുന്ന ജോർജ് സോറോസ് അടക്കമുള്ള ആൾക്കാരിൽ നിന്ന്, ഈ പറയുന്ന ഭീകരന്മാരിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് എന്നുള്ളതാണ്. അവിടെ ഇന്ത്യ വിരുദ്ധതയാണ് മാധ്യമങ്ങൾക്ക് ഏറ്റവും വലിയ വിഭവം എന്നുള്ളതാണ്. അവർ അതാണ് വിളമ്പുന്നത്. ഇവിടെ വരുമ്പോഴോ ഒരു പെൺകുട്ടി അവളുടെ സ്വപ്നം കണ്ടിട്ട് അവളുടെ അച്ഛനും അമ്മയും ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായ സ്വപ്നത്തിലൂടെയാണ്. ആ കുട്ടിയെ പറ്റിയിട്ട് അവരുടെ മനസ്സിലുള്ള അനന്തമായ കാഴ്ചകളുണ്ട്. ആ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വിദ്യാഭ്യാസ പൂർത്തീകരണം, അവളുടെ വിവാഹം, അവളുടെ കുട്ടികൾ, അവരുടെ കുടുംബം, ആ കുടുംബം മനോഹരമായിരിക്കുന്നത് ഇങ്ങനെ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ നിറഞ്ഞതാണ് ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുമ്പോൾ മാതാപിതാക്കളുടെ സ്വപ്നം. പ്രത്യേകിച്ച് പെൺകുട്ടി എന്ന് പറയുന്നത് കൂടി ആ കുടുംബത്തെ നമ്മൾ ലക്ഷ്മി എന്നാണ് വിളിക്കുന്നത്. പെൺകുട്ടിയെ വീട്ടിലെ ലക്ഷ്മിയാണ് അവൾ, വീട്ടിൻ്റെ ഐശ്വര്യമാണ്, വീട്ടിൻ്റെ വിളക്കാണത്. ആ വീട്ടിൽ അവളുണ്ടെങ്കിൽ അവൾ വിളക്ക് വേണ്ട, അത്രയേറെ ഭംഗിയാണ്, വെളിച്ചമാണ് ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി കൊടുക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, ആ കുടുംബത്തിന് ആകെ തന്നെ. അതുകൊണ്ടാണ് നമ്മളതിനെ ലക്ഷ്മി എന്ന് വിളിക്കുന്ന, ആ കുട്ടിയെ ലക്ഷ്മി എന്ന് വിളിക്കുന്നത്. ആ വിളക്കിനെ തല്ലിക്കെടുത്തുകയാണ് ഒരുത്തൻ. എന്തിനു വേണ്ടിയിട്ട്? അവൾ അവിടെ ചെന്ന് ഇവനുമായിട്ട് സൗഹൃദമായപ്പോൾ മതം മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. മതം മാത്രമാണ് പ്രശ്നം. ഒന്ന് നോക്കൂ, പ്രണയിച്ച് അവന് വിവാഹം കഴിക്കാനാണെങ്കിൽ മതത്തിൻ്റെ കാര്യമേ അവിടെ വരുന്നില്ലല്ലോ. മതമേ ഉപേക്ഷിച്ച് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ മിശ്ര വിവാഹം കഴിക്കുന്നു, ഞങ്ങൾ മതം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു. മതം വേണ്ട, ഞങ്ങൾക്ക് മതം വേണ്ട, ഒരു ആചാരം. ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നില്ലേ? മതം ഇല്ലാതെ ജീവിക്കുന്നില്ലേ? ഇവിടെ ആരെങ്കിലും എടാ നീ എന്താ ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ, നീ എന്താ ദേവീക്ഷേത്രത്തിൽ പോകത്ത്, തിങ്കളാഴ്ച ഇന്ന് ശിവക്ഷേത്രമാണ്, നീ പോയില്ലല്ലേ, നിന്നെ ഞങ്ങൾ ഊരി വിലക്കുന്നു. എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഒരിടത്തും നടക്കുന്നില്ല. ഹിന്ദുവിൻ്റെ പ്രത്യേകത, ഹിന്ദുവായിട്ട് മതത്തിലും ജീവിക്കുക, മതമില്ലാതെയും ജീവിക്കുക, യുക്തിവാദിയായിട്ടും ജീവിക്കുക. ഇനി ഹിന്ദുവായിട്ട് ജനിച്ച് ഹിന്ദു ആചാരങ്ങളുള്ള കുടുംബത്തിൽ നിന്ന് അവൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ആൾക്കാരിവിടെ. ഇനി ഹിന്ദു വിശ്വാസിയാണ് 100%. ഇവൻ്റെ 33 കോടി ദൈവങ്ങളുണ്ട്, 33 ദൈവങ്ങളാണ്, 33 കോടി ദൈവസങ്കല്പം ഉണ്ടല്ലോ. അത് 33 കോടി ദൈവത്തിൻ്റെ അതിൻ്റെ ഒപ്പം തന്നെ യേശുവിനെ മാതാവിനെയൊക്കെ കൊണ്ടുവച്ച് ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന എത്രയോ വീടുകളുണ്ട്. അവരുടെ പൂജാമുറിയിൽ ഞാൻ ഖുറാൻ കണ്ടിട്ടുള്ള വീടുകളുണ്ട്. ഖുറാൻ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതും ഒരു ദൈവഗ്രന്ഥമല്ലേ എന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ ബൈബിളും ഈ പറയുന്ന മാതാവിൻ്റെ രൂപം കണി വെച്ചതിൻ്റെ കൂട്ടത്തിൽ യേശുവിനെ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ദൈവങ്ങളെ അവർ വ്യത്യാസം കാണുന്നില്ല. അവൻ്റെ നാട്ടിൽ അവൻ ആരാധിക്കുന്ന ദൈവമല്ലേ ആ ദൈവം എൻ്റെ ദൈവം തന്നെയാണ്, എനിക്ക് ഞാനും അവൻ തമ്മിൽ വ്യത്യാസമില്ലല്ലോ എന്നുള്ള വിശാല സനാതന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ബാർബർ ഷോപ്പുണ്ട്. അപ്പോൾ അവൻ ആ ബാർബർ ഷോപ്പ് തുടങ്ങിയപ്പോൾ അവിടെ ഒരു യേശുവിൻ്റെ വലിയ പടം ഉണ്ടായിരുന്നു. അത് മുമ്പത്തെ ആളവിടെ വെച്ചിരുന്നതാണ്. അപ്പോൾ അവൻ അതിൻ്റെ അടുത്താണ് അവൻ്റെ വിളക്ക് കത്തിക്കുന്ന സ്റ്റാൻഡുള്ളത്. അവിടെ വയ്ക്കുമ്പോൾ ഒരു തിരി അവിടെയും കൂടെ വയ്ക്കും. അവിടെ അതിലും പൂജിക്കുവാൻ, അതിനെയും തൊട്ട് തൊഴുവന്നു, യേശുദേവ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കും. ഇത് അവൻ്റെ ഭാഗമാണ് ചെയ്ത്. അവന് അവിടെ ദൈവത്തിന് ഏതെങ്കിലും മതമുണ്ടെന്നോ ദൈവം അന്യമാണെന്നോ മറ്റെന്തെങ്കിലും ആണെന്നോ അവൻ ചിന്തിക്കുന്നില്ല. അവിടെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന വലിയ ദർശനം പറയുന്ന ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്ന് പറയുന്ന വലിയ വിശ്വാസ പ്രമാണമുണ്ടല്ലോ, ആ മഹത്തായ ആദർശമുണ്ടല്ലോ, ആ ആദർശത്തിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയാണ് അവർ മനുഷ്യനെ കാണുന്നത്, അങ്ങനെയാണ് ദൈവത്തിനെ കാണുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് എന്നിട്ട് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവൻ പറയും കർമ്മഫലമാണ് എൻ്റെ കാര്യങ്ങളെല്ലാം, മറ്റുള്ളവരെ പഴിക്കുകയല്ല ചെയ്യുന്നത്. ഇവിടെ ഒരുത്തൻ മതം മാറിയില്ല, എനിക്ക് സ്വർഗം കിട്ടാത്തതിന് കാരണം അവൻ അന്യമത വിശ്വാസിയായിരിക്കുന്നതാണ്. നമ്മളിവിടെ പഠിക്കുന്നത് എന്താ? എനിക്ക് സ്വർഗമോ നരകമോ എന്ന് നിശ്ചയിക്കുന്നത് എൻ്റെ കർമ്മഫലമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു സനാതന ധർമ്മം വിശ്വസിക്കുന്നത്. ഞാൻ എന്തൊക്കെ അനുഭവിച്ചാലും ശരി തന്നെ, ഞാൻ എന്തൊക്കെ നരകപീഠകളേറ്റാലും ശരി തന്നെ, എൻ്റെ കർമ്മഫലം നല്ലതാണെങ്കിൽ എനിക്ക് ഈശ്വരനിൽ സ്ഥാനമുണ്ടാകും എന്നാണ് സനാതനധർമ്മ വിശ്വസിക്കുന്നത്. പക്ഷേ മറ്റവൻ വിശ്വസിക്കുന്നത് നേരെ തിരിച്ചാണെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നല്ലത് എൻ്റെ മതം പറയുന്നത് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ കാഫറായിട്ട് ജീവിക്കുന്നു. അവൻ എൻ്റെ വിശ്വാസത്തിലല്ല. അവൻ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടില്ല, ഞാൻ അവനെ കൊല്ലണം. ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ പേരാണ് ജിഹാദെന്ന്. അങ്ങനെ ചിന്തിക്കുന്നവൻ, മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുകയാണെങ്കിൽ, അവനെ ആ മതത്തിൽ അവൻ തുടരുകയാണെങ്കിൽ അവനെ കൊന്നാൽ മാത്രമേ എനിക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. ഒരു പെൺകുട്ടിയെ മതം മാറ്റിയില്ലെങ്കിൽ, അവൻ മതം മാറുന്നില്ല എങ്കിൽ, എൻ്റെ ഒപ്പം മതത്തിൽ വിശ്വസിച്ച് അവൾ വന്നില്ല എങ്കിൽ അവളെ കൊല്ലണം. അവളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് സ്വർഗം കിട്ടും. ഒന്നിനും അവളെ മതം മാറ്റി കൊണ്ടുവന്നാൽ എനിക്ക് സ്വർഗം കിട്ടും. ഇനി അതല്ല, അവളെ മതം മാറാൻ വിസമ്മതിച്ചാൽ അവളെ കൊന്നു, അവളെ കാഫിറാണ്, കാഫിറിനെ കൊന്നപ്പോൾ സ്വർഗം കിട്ടിയില്ലേ? അപ്പം ഈ സങ്കല്പമാണ് തെറ്റ്, ഈ ചിന്താഗതിയാണ് തെറ്റ്. ഈ ചിന്താഗതിക്ക്
വില കൊടുക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അതിന് വളം വെച്ച് കൊടുക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. എന്തുകൊണ്ട് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നില്ല? ഇതിനെ തുറന്ന് കാണിക്കാൻ അവർ തയ്യാറാവുന്നില്ലല്ലോ. അവർ തയ്യാറാവുകയേയില്ല. കാരണം ഇവർക്ക് കൃത്യമായ അജണ്ടകളുണ്ട്. ഇവർ മതേതരത്വം എന്ന് പറഞ്ഞ് ഭീഷണി ഇങ്ങനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനമുണ്ടല്ലോ, ഈ വലിയ ആപത്ത്, ഇവരുടെയൊക്കെ ഉച്ചിയിൽ വീണ് പൊട്ടുമ്പോൾ മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ആ അവസ്ഥയിലേക്ക് ഇത് ചെന്നെത്തും. ഒരുപാട് സഖാക്കളുടെയൊക്കെ കുടുംബങ്ങളിൽ ഇതേ അവസ്ഥ ഉണ്ടായപ്പോൾ പലരും തിരിച്ചറിഞ്ഞു. പലരും വന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ശരിയാണ്, നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടിയിരുന്നു. ഇതൊരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രശ്നമല്ല. എത്രയോ ആൾക്കാർ ക്രിസ്ത്യാനി ആവുന്നുണ്ട്, വലിയ പ്രശ്നമുണ്ടോ? അവർ കൊല്ലുന്നില്ലല്ലോ. ഈ പറയുന്ന അവർ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. ഇവിടെ മതം മാറ്റുന്ന എത്രയോ കേന്ദ്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു. മതം മാറ്റുന്നത് ശരിയല്ല, അത് മോശമാണ്. താരതമ്യം പോലും തെറ്റാണ്. എൻ്റെ മതം വലുത്, നിൻ്റെ മതം ചെറുത് എന്ന് പറയുന്ന പോലും തെറ്റാണ്. ഇതൊക്കെ നമ്മൾ വിമർശിക്കും, മതം മാറ്റ മാഫിയകളെയും വിമർശിക്കും. പക്ഷേ നീ മതം മാറ്റുന്നോടാ എന്ന് പോയിട്ട് അവനെ ആരും കൊല്ലാറില്ല. ഇല്ലെങ്കിൽ മതം മാറാത്തതിൻ്റെ പേരിൽ അവൻ കൊല്ലാറില്ല. ആ ക്രിസ്തീയ സമൂഹങ്ങൾക്കിടയിലുള്ള ആയി പറയുന്ന മതപരമായിട്ട് കൺവെർഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരാൾ സ്വേച്ഛയാൽ ഒരിടത്ത് പോയിട്ട് ഒരാൾ മതം മാറി ക്രിസ്ത്യാനി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും സംഭവിക്കും. എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞ മതം മാറിയിട്ടുണ്ടല്ലോ, അവർ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ആരെങ്കിലും വല്ലതും പറഞ്ഞു? അതിൽ ക്രിസ്ത്യാനി മതം സ്വീകരിച്ച ഒരു സ്ത്രീയുടെ മകൻ ഹിന്ദുവായിട്ട് ജീവിക്കുന്നു. അവനെ നിർബന്ധിച്ച് ഒരുപാട് മതം മാറാൻ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ ഇഷ്ടപ്പെട്ടോ, ഒരു കുഴപ്പമില്ല, എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാം, എൻ്റെ അമ്മയായിട്ട് തന്നെ ജീവിക്കാം. അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പം മതം മാറുന്നതോ ക്രിസ്ത്യാനിറ്റിയോ അല്ല ഇവിടുത്തെ പ്രശ്നം, ഇല്ലെങ്കിൽ മതം മാറ്റുന്നതല്ല. ഇവിടെ മതം മാറിയില്ലെങ്കിൽ കൊല്ലണം എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താഗതിയിലേക്ക് വരുന്നത്. അതാണ് ജിഹാദിൻ്റെ സ്വഭാവം. അതാണ് ഈ പറയുന്ന ക്രിമിനൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതാണ് ഭീകരവാദം. അപ്പം അതിനെ മറച്ചു പിടിച്ച് വെള്ളപൂശി സംരക്ഷിക്കാനായിട്ട് കേരള സ്റ്റോറി യാഥാർത്ഥ്യമായിരുന്നു. നിങ്ങൾ ആ 30,000 അല്ലെങ്കിൽ 20,000 നിങ്ങൾ ആ സംഖ്യ വിശ്വസിക്കൂ എന്ന് പറയുന്നതാണ് പ്രശ്നം. ആ സംഖ്യയിലേക്ക് എത്താനായിട്ട് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ കരച്ചിലതായിരുന്നു. നിങ്ങൾ എത്ര 30,000 പെൺകുട്ടികളെ കാണാതായി, 30,000 10,000 എത്ര പെൺകുട്ടികളെ കാണാതായി എന്ന് ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നു. അത് തെറ്റല്ലേ? ഇവിടുന്ന് 5 പേരിലേ പോയുള്ളൂ, ഇപ്പോൾ 500 ആയില്ലേ? 500 പേരിലേ പോയുള്ളൂ. എങ്കിൽ 50,000 ആയില്ലല്ലോ, അല്ലെങ്കിൽ 10,000 ആയില്ലല്ലോ. 10,000 ആവും, വലിയ താമസമൊന്നുമില്ല. അത് ഒരുപാടൊന്നും നമ്മൾ പ്രഷർ പിടിക്കേണ്ട. വളരെ കുറച്ച് സമയം മതി അതിലേക്ക് എത്താനായിട്ട്. 10,000 കുട്ടികൾ മതം മാറ്റപ്പെടും. മതം മാറ്റപ്പെട്ടില്ലെങ്കിൽ മതത്തിൻ്റെ പേര് കൊല്ലപ്പെടും. നമ്മൾ ഇന്നലെ ലിസ്റ്റൊക്കെ വായിച്ചു അല്ലേ ഓരോരോ കുട്ടികളുടെ. അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ വലിയൊരു സംഖ്യ ആവുന്നവർ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയും കേരള സ്റ്റോറി തെറ്റാണ്. 29,999 കുട്ടിയാകുമ്പോഴേ അവർ പറയും 29,999 കുട്ടിയല്ലേ ആയുള്ളൂ, 30,000 ഒന്നല്ലേ കേരള സ്റ്റോറി പറഞ്ഞത്, അത് ഫേക്കാണ്, പ്രൊപ്പഗൻഡയാണ് എന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മാധ്യമങ്ങൾക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ്, അവർ സത്യത്തിനെതിരായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്, ഈ ജിഹാദികളെ പേടിച്ചിട്ടാണ്. ഇനി അതുമല്ലെങ്കിൽ അവരുടെ പടം പറ്റിക്കൊണ്ടാണ്. അത് കൃത്യമായിട്ട് പല നേതാക്കളും വലിയ അയ്യപ്പ സേവകന്മാരായിട്ട് നടന്നവരില്ലെങ്കിൽ വലിയ ഹിന്ദു വിശ്വാസിയായിട്ടൊക്കെ നടന്നവർ ജിഹാദികളുടെ പടം വായിച്ച് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മളിവിടെ കാണുന്നില്ലേ? അതുപോലെയുള്ളൂ ഈ മാധ്യമങ്ങളുടെ കാര്യവും. മാധ്യമങ്ങളും അതേ ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. അവർക്ക് ജിഹാദികളെ പ്രീതിപ്പെടുത്തണം, ജിഹാദികൾക്കൊപ്പം നടക്കുകയാണ് കേരളത്തിലെ നെറികെട്ട മാധ്യമങ്ങൾ. അതാണ് ഇവിടെ അഡ്വക്കേറ്റ് അനിൽ വിളയിലും പറയുന്നത്. അതുമാത്രമേ ആഘോഷിക്കപ്പെടുകയുള്ളൂ. ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ സ്വഭാവം ഇതാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഇവിടുത്തെ സനാതന ധർമ്മ വിശ്വാസികൾ പ്രതികരിച്ചില്ലെങ്കിൽ വലിയ വില അതിന് കൊടുക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.